ദൈവം എന്താ കൊടുത്തത്? ക്രിസ്തുവിൻ്റെ ശരീരമാണ് കൊടുത്തത്. അത് ആ ക്രിസ്തുവിൻ്റെ ശരീരം കൊടുത്തതെന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ പങ്കപ്പാടുകൾ, പീഡാനുഭവങ്ങൾ, നമുക്ക് വേണ്ടി സഹിച്ച പീഡാനുഭവങ്ങൾ, നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ വീണ്ടെടുത്തത് കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ കൊടുത്തിട്ടാണ്. അപ്പം അതുകൊണ്ടാണ്, അതാണ് പൗലോസ് പറയണത്, നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണെന്ന് പറയണത്. ഇതുകൊണ്ട് എന്താണ് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്താണ് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിലക്ക് വാങ്ങപ്പെട്ടവരായത് കാരണം നിത്യത അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പോട്ടെ, പട്ടിയെപ്പോലെ ജീവിക്കാം, ഒരു കുഴപ്പമില്ല. എത്ര പേര് അങ്ങനെ ജീവിക്കുന്നു. ഇപ്പോൾ ഹോമോസെക്സ്വാലിറ്റി ആയാലും ഇല്ലേ, ഒരു വലിയ കുഴപ്പമുണ്ട്. അവർ സഭയിൽ തന്നെ ഹോമോസെക്സിനെ അംഗീകരിക്കണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ശാസ്ത്രീയമായിട്ട് STPയുടെ പ്രശ്നമൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. STP അതിൻ്റെ അകത്ത് കൂടുതൽ ആൾക്കാരുണ്ടാവും, അവരാണ് ഹോമോസെക്സ് ടെൻഡൻസി കാണിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ എന്തെല്ലാം ശാസ്ത്രീയമാണെന്ന് പറഞ്ഞാലും കുറേ കാര്യങ്ങൾ കർത്താവിൻ്റെ വചനത്തിൽ എന്താണ് അത് മാത്രമേ നമ്മൾ ഫോളോ ചെയ്യത്തുള്ളൂ. എന്താ കാര്യം? ദൈവത്തെ അംഗീകരിക്കേണ്ടത് പോരായ്മയായി കരുതിയത് കൊണ്ട് അധമവികാരങ്ങൾക്ക് അവരെ ഏൽപ്പിച്ചു കൊടുത്തു. അതാണ് പ്രശ്നം. അപ്പോൾ വികാരങ്ങൾ പലതുണ്ടാകുകയും അങ്ങനെ പല വികാരങ്ങളും ഉണ്ടാകും മനുഷ്യന്. അതെല്ലാം മനുഷ്യൻ്റെ വികാരങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവും, ഇല്ലേ? അമ്മ ഏതാണ്, പെങ്ങളന്മാരേതാണെന്ന് അറിയാൻ പറ്റാതെ വരും. അത് പട്ടിയും പൂച്ചയൊക്കെ അങ്ങനെയല്ലേ, അമ്മയും പെങ്ങളും അറിയത്തില്ലല്ലോ അതിനൊക്കെ. അപ്പോൾ അതൊക്കെ സംസ്കാരത്തിൻ്റെ മുഖമുദ്രയായിട്ട് കെട്ടിയെഴുന്നള്ളിക്കേണ്ട കാര്യമില്ല. ദൈവത്തെ അംഗീകരിക്കാത്തവരും യുക്തിയെ മാത്രം അടിസ്ഥാനപ്പെടുത്തുന്നവരും അങ്ങനെ പല വേഷങ്ങളും കെട്ടുന്നത്. വി ആർ നോട്ട് റെഡി ടു ഫോളോ ഇറ്റ് ആൻഡ് വി ആർ നോട്ട് ലൈബിൾ ടു ഫോളോ ഇറ്റ്. അത് വിശ്വാസി മനസ്സിലാക്കണം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ശ്രീമേ യേശുവേ ആരാധന. തിരുവത്താഴ മേശയിൽ സമ്മാനം, തിരുവത്താഴ മേശയിൽ സമ്മാനമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. അപ്പോൾ നമ്മൾ വിലക്ക് വാങ്ങപ്പെട്ടൊരാളെന്ന് പറയുമ്പോൾ നിത്യത അസൈൻ ചെയ്തിരിക്കുന്ന ആൾക്കാരെ എന്ന് വെച്ചാൽ ഈ ജീവിതത്തിനപ്പുറത്ത് വേറൊരു ജീവിതം, നിത്യമായൊരു ജീവിതത്തിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന അതിൻ്റെ പേയ്മെൻറ്റ് ദൈവം ചോദിക്കും. എന്താ കാര്യം? നമ്മൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. നമ്മളുടെ വില കൊടുത്തത് ആരാണ്? കർത്താവ് തന്നെ അവരുടെ ശരീരത്തിൽ സഹിച്ചുകൊണ്ടാണ് പാപത്തിന് പരിഹാരം ചെയ്ത് അവൻ വില കൊടുത്തത്. സോ വി ഹാവ് ടു പേ ഇറ്റ്. തിരിച്ച് നമ്മൾ പേ ചെയ്യണം. അതിനെന്ത് ചെയ്യണം? കുറച്ച് ക്ലേശങ്ങളെല്ലാം ഈ ഭൂമിയിലുള്ളത് യേശുവിൻ്റെ നാമത്തിലെ, നമ്മൾ നേരത്തെ കണ്ട കൊളോസ്യസ് 1:24 അനുസരിച്ച് കൊണ്ട് ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളുടെ കാലികമായ പോരായ്മ, പൗലോസ് അപ്പോസ്തലൻ അവിടെ എവിടെയോ ഒക്കെ അന്നത്തെ കാലത്തെ ഒരു ചിന്താപരിമിതി അനുസരിച്ചാണ് അദ്ദേഹം ആ വിഷയത്തെ വീക്ഷിച്ചിരിക്കുന്നത്. ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങൾ പോരായ്മ ഒന്നുമില്ല. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്തു പൗലോസ് അപ്പോസ്തലൻ പത്രോസ് പറയുന്നുണ്ട്, ക്രിസ്തു എന്നും നിലനിൽക്കുന്നുവെന്ന്. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ശ്രീമേ യേശുവേ ആരാധന. തിരുവത്താഴ മേശയിൽ സമ്മാനം, തിരുവത്താഴ മേശയിൽ സമ്മാനമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ.
യോഹന്നാൻ 12:34. ക്രിസ്തു എന്നേക്കും നിലനിൽക്കുന്നു എന്നാണല്ലോ നിയമത്തിൽ ഞങ്ങൾ കേട്ടിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. അതാണ് വിഷയം. യോഹന്നാൻ 12:34 അനുസരിച്ചുകൊണ്ട് ക്രിസ്തു ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന ആളല്ല, കാലത്തിൻ്റെ ഒപ്പം നിലനിൽക്കുന്ന ആളാണ്. അപ്പോൾ കാലത്തിൻ്റെ ഒപ്പം നിലനിൽക്കുമ്പോഴേ ക്രിസ്തുവിൻ്റെ ശരീരത്തിലുള്ള കാലത്തിൻ്റെ ഒപ്പമുള്ള ക്രിസ്തുവിൻ്റെ സഹനങ്ങളുടെ പോരായ്മയാണ് സഹനസഭ നികർത്തിക്കൊണ്ട് പ്രകൃതി ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമാക്കുന്നത്. അതായത് ക്രിസ്തു എന്നും നിലനിൽക്കുന്നു. അപ്പോൾ എന്നും നിലനിൽക്കുന്ന ക്രിസ്തു അതിൻ്റെ സഹനങ്ങളിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ പല വ്യാഖ്യാതാക്കളും പറയണത് ഒരു മനുഷ്യനായ ക്രിസ്തു മനുഷ്യനെന്ന നിലയിൽ കർത്താവിൻ്റെ സഹനങ്ങളിൽ പോരായ്മ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മനുഷ്യന് സഹിക്കാവുന്നതിൻ്റെ മാക്സിമം സഹിച്ച ആളാണ് യേശു, അല്ലേ? അവസാനത്തുള്ളി ചോര വരെ തന്നാണ്. പക്ഷേ ക്രിസ്തു എന്നും നിലനിൽക്കുകയാണ്. എന്നും നിലനിൽക്കുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തോടാണ് മൗതിക ശരീരത്തോടാണ് സഭ. ആ സഭയിലാണ് നമ്മൾ സഹിക്കുന്നത്. അപ്പോഴെന്താണ്? ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ ഈ സഹനത്തിൻ്റെ തുടർച്ച നമ്മൾ ആരുടെ പേരിലാണ് എടുക്കണത്? ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് എടുക്കുന്നത്, ക്രിസ്തുവിൻ്റെ നാമത്തിൽ. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? പിതാവായ ദൈവം മഹത്വപ്പെടും. ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തു മഹത്വപ്പെട്ട് കഴിഞ്ഞാൽ പിതാവായ ദൈവം മഹത്വപ്പെടുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൂടെയാണ് മഹത്വത്തിലേക്ക് നമ്മളെ ഒരു തീർത്ഥയാത്രയാണ്, മഹത്വത്തിൻ്റെ തീർത്ഥയാത്രയാണ് ശരിക്കും പറഞ്ഞാൽ ക്രൈസ്തവൻ്റെ ഈ ലോകത്തെ ജീവിതവും അവൻ്റെ പ്രതികൂലമായ ജീവിതാനുഭവങ്ങളും. അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം പ്രഖ്യാപിക്കാൻ, പ്രത്യാശ ഏറ്റുപറയാൻ, സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഒരു വിശ്വാസി എടുക്കുന്നത്. ദാറ്റ് മീൻസ് ഈ കാര്യങ്ങൾക്കെല്ലാം ഉടമ്പടി പുതിയ അർത്ഥം നൽകുന്നതാണ് ഉടമ്പടിയുടെ വിജയം. എന്താ അർത്ഥം? ഇതിൻ്റെ വിജയം തന്നെ ചില സമയത്തൊക്കെ ഒരു കഷ്ടപ്പാടുകളുടെ ഒരു അംശം ഉണ്ടാവും. എന്താണ് വെച്ചാൽ എന്താണ് കഷ്ടപ്പാടിൻ്റെ അംശം ഉണ്ടാകാൻ കാരണം? കഷ്ടപ്പാടല്ല, ഇപ്പോഴ് നമ്മൾ 1-ാം ക്ലാസ് പാസ്സാകണേ, പക്ഷേ നമ്മൾ IAS പാസ്സാകണേ. അപ്പോൾ IAS 1-ാം ക്ലാസ്സിൽ ഇരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം IAS കഷ്ടപ്പാടാണ്. IASകാരന് IAS കഷ്ടപ്പാടല്ല, എങ്ങനെയെങ്കിലും പരീക്ഷ വരാനുണ്ട് കൊതിക്കാൻ. അവിടെ വിഷയം കഷ്ടപ്പാടെന്ന് പറയണത് വ്യക്തിപരമാണത്. ഈ കൊടുത്ത പോയിന്റ് മനസ്സിലായില്ലേ? അതായത് 1-ാം ക്ലാസ്സുകാരന് IAS കഷ്ടപ്പാടാണ്, IASകാരൻ റാങ്ക് ഹോൾഡറിന് കഷ്ടപ്പാടല്ല. കാര്യം എന്താണ്? അവൻ്റെ കലിബർ തെളിയിക്കാനുള്ള അവസരമാണ്. എല്ലാ കഷ്ടതകളും അവസരങ്ങളാകണത് അങ്ങനെയാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളൊരു അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ ഈശോ എന്താ പറഞ്ഞത്? ഗർഭിണിക്ക് പ്രസവ വേദന വരും പോലെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളെന്ന് ഈശോ പറഞ്ഞത്. അപ്പം ക്രിസ്തുവിന് ശേഷമാണ് അത് ഗർഭിണിയുടെ വേദനയായിട്ട് വരണത്. അല്ലെങ്കിൽ നാട്ടുകാരുടെ തല്ലുകൊള്ളവൻ്റെ വേദന അല്ല നമ്മുടെ ദുഃഖം, ഗർഭിണിയുടെ വേദന എന്ന് ഈശോ പറഞ്ഞത്. യോഹന്നാൻ 16:21 അധ്യായം 21 വാക്യം വായിച്ചോളൂ. സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു. എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല. അതായത് നമുക്കൊരു ദുഃഖം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും ദുഃഖം ഉണ്ടാകുമ്പോൾ നമുക്ക് ദുഃഖം തന്നെയാണത്. പക്ഷേ നിത്യത നമ്മൾ അനുഭവിച്ച് കഴിയുമ്പോൾ നമ്മൾ ഭൂമിയിൽ അനുഭവിച്ച ദുഃഖങ്ങളെക്കുറിച്ച് നമ്മൾ ഓർക്കത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ നിത്യതയ്ക്ക് വേണ്ടി അത് വാഗ്ദാനമാകുമ്പോഴാണ് ഇവിടെ കഷ്ടപ്പാട് നമുക്ക് കഷ്ടപ്പാടായിട്ട് തോന്നുന്നത്. മനസ്സിലായില്ലേ? കഷ്ടപ്പാടിന് രോഗം, ക്ഷീണം. കാര്യം ഞാനിത് പറയുമ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ സ്പെക്കുലേറ്റീവായിട്ട് പറയണില്ല. കുഞ്ഞുനാൾ തൊട്ട് രോഗിയാണ് ഞാൻ.
എല്ലാ കാലഘട്ടങ്ങളിലെ രോഗങ്ങൾ വന്നപ്പോൾ ഞാൻ ആ രോഗത്തോട് കൈവരിച്ചിട്ടൊരു നിലപാടുണ്ട്. അതെന്നെ കർത്താവ് പഠിപ്പിച്ച നിലപാടാണ്. തെദേവ് എന്ന് പറയുന്ന ആത്മകഥയിൽ അതെല്ലാം ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു വിശ്വാസി ഈ വിഷയങ്ങളെല്ലാം കാണുന്നത്. പക്ഷെ അവൻ്റെ മനസ്സിൽ ഒരു ചിന്ത ഉണ്ട്. എന്താണ് അത്? റോമ 1:18. എന്താണ്? നമുക്ക് വെളിപ്പെടാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ. പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന സ്നേഹമേ. യേശുവേ ആരാധന. തിരുവത്താഴ മേശയിൽ സമ്മാനം. തിരുവത്താഴ മേശയിൽ സമ്മാനമേ. ഓ ദിവ്യമാ സ്നേഹമേ. ഓ ദിവ്യകാരുണ്യമേ. റോമ 8:18. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. ഈ മനുഷ്യന് എല്ലാവിധ രോഗങ്ങളുണ്ടായിരുന്ന ആളാണ്. ആർക്ക്? പൗലോസ് അപ്പോസ്തലനെ. അപ്പോൾ രോഗത്തിൻ്റെ ഇടയ്ക്കും ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട്, പട്ടിണി അനുഭവിച്ചിട്ടുണ്ട്, കടലിൽ ഒഴുകി നടന്നിട്ടുണ്ട്, കള്ളന്മാർ കൈ മേടിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ 8:35 പറയുന്നുണ്ട്. റോമ 8:35. ഇത് ഈ വചനം ഇപ്പോൾ 8:18 തോന്നുന്നു. 8:18 നിന്ന് നമ്മൾ 35 കയറുമ്പോൾ ഈ മനുഷ്യന് എല്ലാ കാര്യവും പറയും, എന്തെല്ലാം അനുഭവിച്ചിട്ടുണ്ടെന്ന്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. കാര്യം ഈ നഗ്നതയോ എന്ന് പറഞ്ഞാൽ എന്താ കാര്യം എന്നറിയാം? ഈ മനുഷ്യൻ തുണി ഉരിഞ്ഞു പോയായിരുന്നു. മാൾട്ടയിലൊക്കെ സംഭവിച്ച സമയത്തും കടലിൽ ആക്രമണം ഉണ്ടായ സമയത്തും അന്നൊക്കെ വസ്ത്രങ്ങൾക്ക് ഭയങ്കര വിലയുള്ള കാലമാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഗാന്ധി സിനിമയിലെ ഗാന്ധി പോലും ഒരു വസ്ത്രം അലക്കണ സ്ത്രീക്ക് അവൾക്ക് ആ ഒരു വസ്ത്രം മാത്രമേ ഉള്ളൂ. അത് വെച്ചുകൊണ്ടാണ് അവൾ ഓരോ ഭാഗം അലക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സ്വന്തം മേലങ്കി കൊടുക്കുന്നത്. അങ്ങനെ അന്നത്തെ ഇന്ത്യൻ സാഹചര്യം അതാണ്. വസ്ത്രത്തിനും ഭക്ഷണത്തിനും ഒക്കെ എല്ലാം രണ്ടാം ലോകം. അപ്പോൾ ഇന്നത്തെ കാലം ഇതാണ് അവസ്ഥയെങ്കിൽ അന്നത്തെ കാലം എന്തായിരിക്കും? വസ്ത്രം കിട്ടിയവരെടുത്തു. അപ്പോൾ ഈ മനുഷ്യൻ തുണിയില്ലാതെയാണ് കരക്ക് കയറണത്. എന്നിട്ടാണ് പറയണത്, ഞാൻ തുണിയില്ലാതെയാണ് ഇപ്പം കരക്ക് കയറിയിരിക്കുന്നത്, അപ്പോസ്തലനാണ് ഞാൻ. പക്ഷേ ഇങ്ങനെയായാലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്ക് എന്നെ വേർപെടുത്താൻ പറ്റും? നഗ്നതയ്ക്കോ എന്നാണ് ചോദിക്കണത്. കാര്യം നഗ്നതയിൽ വരുമ്പോൾ നമുക്കെന്താ സംഭവിക്കണം? നാണക്കേട് ഉണ്ടാകത്തില്ല, ആക്ഷേപം ഉണ്ടാകത്തില്ലേ? അപ്പോൾ ഈ മനുഷ്യന് മാനുഷ്യമായി അനുഭവിക്കുന്ന ആക്ഷേപവും നാണക്കേടിനേക്കാൾ പവർഫുള്ളാണ് ക്രിസ്തുവിനോടുള്ള സ്നേഹം. അതാണ് വിഷയം. എന്നിട്ട് ഈ സ്നേഹത്തിൽ നിന്ന് ആരും നമ്മൾ വേർപെടുത്താൻ ചോദിക്കണത്? ഒന്നിനും വേർപെടുത്താൻ പറ്റത്തില്ലെന്ന് അദ്ദേഹം തന്നെ ജീവിതം കൊണ്ടും വാക്കുകൊണ്ടും ഉത്തരം പറയുന്നുണ്ട്. ഇത് തന്നെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും വിശ്വാസി കേൾക്കാത്തതിൻ്റെ കാരണം ഈ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു യാത്രയായത് കാരണമാണ്. ഇപ്പോൾ ഇന്ന് സഭയിൽ കുറേ തരത്തിലുള്ള വിഷയങ്ങൾ ഓരോ തരത്തിൽ വരുന്നുണ്ട്. ജ്ഞാനികളിൽ നിന്നും വേദഗ്രന്ഥം അറിയാത്തവരിൽ നിന്നും വിശ്വാസി എന്താണ്, ഈശോ ആരാണെന്നും അറിയാൻ പാടില്ലാത്ത വിജാതിയിൽ നിന്നും ഒക്കെ പലതരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മളിതിനൊക്കെ മറുപടി കൊടുക്കാൻ നടക്കുകയാണ്. അതിന് മറുപടി കൊടുക്കുന്ന വലിയ ക്യാമ്പയിൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മറുപടി കൊടുക്കണ്ട എന്നല്ല പറയണത്, പക്ഷേ വിശ്വാസം വിശദീകരിക്കപ്പെടണം, അത്രയേ ഉള്ളൂ. തർക്കങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ആദിമസഭ എന്താ ചെയ്തത്?
ആദിമസഭ. ഇപ്പം തീത്തോസിൻ്റെ 3:9 ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 അർത്ഥശൂന്യമായ വാഗ്വാദങ്ങളിലും വംശാവലികളെ കുറിച്ചുള്ള ചർച്ചകളിലും കലഹങ്ങളിലും നിയമത്തെക്കുറിച്ചുള്ള വചനത്തെക്കുറിച്ചുള്ള തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ആവശ്യമില്ലാത്ത തർക്കത്തിനൊന്നും പോകണ്ടെന്ന് പറയണേ, അവിടെ കിടന്ന് പറയട്ടെ. അപ്പം നമ്മളൊന്നും ചെയ്യണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് പത്രോസ് പറയുന്നുണ്ട്. 1 പത്രോസിൻ്റെ 3:15. 1 പത്രോസ് നമ്മളൊന്നും ചെയ്യേണ്ടെന്നല്ല, നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വിശുദ്ധ പത്രോസ് പറയുന്നുണ്ട്. ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. അതാണ് സംഭവം. 1 നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയാൻ സദാസന്നദ്ധരായിരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ വിശ്വാസികൾ എക്കാലവും ചെയ്യേണ്ടത്? എന്താണ്? അതായത് നമ്മൾ സയൻസ് വെച്ച് തർക്കിക്കുന്നു അല്ലേ, വേറെ പല കാര്യങ്ങൾ വെച്ച് നമ്മൾ തർക്കിക്കുകയാണ്, പൊളിറ്റിക്സ് വെച്ച് തർക്കിക്കുന്നു, മറ്റു മതങ്ങളിലെ ന്യൂനതകൾ വെച്ച് തർക്കിക്കുന്നു. ഇതൊന്നും നമ്മൾ ബാധ്യസ്ഥരല്ല, ഇതൊന്നും നമ്മുടെ രീതികളല്ല. അവിടെ പല മതങ്ങളിൽ പലതരത്തിലുള്ള ന്യൂനതകളുണ്ടാവും. ഒരു മതം പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ സംവിധാനങ്ങളായ കാരണം അതിൻ്റെ ന്യൂനതകൾ ഇവിടെ ഉണ്ടാകും അവിടെ ഉണ്ടാകും. അതൊന്നുമല്ല പ്രശ്നം. നമ്മളെ സംബന്ധിച്ചുള്ള എന്താ പ്രശ്നം? അതുകൊണ്ടാണ് പൗലോസ് പറയുന്നതും വചനത്തെക്കുറിച്ച് തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. അവ പ്രയോജനരഹിതമാണ്, ഒരു കഥയുമില്ലാത്ത കാര്യമാണ്, വെറുതെ സമയം പോകാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കണം. ആദ്യത്തെ കാര്യം അതാണ്. ക്രിസ്തുവിനെ കർത്താവായി നമ്മുടെ ഹൃദയത്തിൽ പൂജിക്കണം. കാര്യം എല്ലാ കർത്താവ് എന്ന് പറയുമ്പോൾ എന്താണ്? ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു അല്ലേ. 1 കൊറിന്തോസിൻ്റെ 15:26-27 വരുമ്പോൾ ദൈവ സമസ്തവും. അപ്പോൾ സാത്താൻ വർഷിപ്പായാലും ബ്ലാക്ക് മാസ് ആയാലും അതിൻ്റെ കൂടെ വരുന്ന ഇലുമിനാറ്റി ആയാലും വേറെ എന്തെല്ലാം വിശ്വാസ രീതികളായാലും ഇതെല്ലാം ക്രിസ്തുവിൻ്റെ കാൽപാദങ്ങളാണെന്ന് വിശ്വാസി അറിയണം. ഇന്നല്ലെങ്കിൽ നാളെ അവസാന ചാപ്റ്റർ ദൈവം ഈ പ്രപഞ്ചത്തിന് എഴുതുമ്പോൾ ഇതെല്ലാം ക്രിസ്തുവിൻ്റെ കീഴിലായിരിക്കും. പിന്നെ അത് നമ്മൾ തർക്കിച്ച് കീഴിലാക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. ഈ കുറത്തെ പോയിൻറ്റ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കണം. അതാണ് ഏറ്റവും വലിയ സഭയുടെ മെയിൻ സംഭവം. അതാണ് യേശു കർത്താവാകുന്നു. എല്ലാത്തിൻ്റെയും കർത്താവാണവൻ, പിശാചിൻ്റെയും കർത്താവാണവൻ. അത് ബോധത്തോടെ മനസ്സിലാക്കണം. പിന്നെ അതുകൂടാതെ എന്താണത്? നിങ്ങളുടെ പ്രത്യാശയെപ്പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്നവരെ. നമ്മുടെ പ്രത്യാശ എന്താണ്? നിത്യതയാണ് നമ്മുടെ പ്രത്യാശ. എൻ്റെ പ്രത്യാശയെക്കുറിച്ച് എന്നോട് വിശദീകരണം ആവശ്യപ്പെടുന്നവരെ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ താത്വികമായിട്ടല്ല സംസാരിക്കണത്. താത്വികമായിട്ട് ആർക്കും സംസാരിക്കാം. പക്ഷേ ദൈവത്തെ നമ്മൾ എങ്ങനെ അനുഭവിച്ചു, അതാണ് വിഷയം. നമ്മുടെ കൂടെ നിൽക്കുന്നവർ ദൈവത്തെ എങ്ങനെ അനുഭവിച്ചു, അതാണ് നമ്മുടെ വിഷയം. അതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയണത്. അതുകൊണ്ടാണ് കൃപാസനം ഇപ്പോൾ ഇത്രയും വിഷയങ്ങൾ, പല വിഷയങ്ങൾക്ക് വിവാദ വിഷയങ്ങളൊക്കെ സഭയിലേക്കും അതുപോലെ തന്നെ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മളെപ്പോഴും സാക്ഷ്യം കൊണ്ടാണ് മറുപടി പറയണത്. എന്താ കാര്യം? ക്രിസ്തു കർത്താവാണ്. പിന്നെ നമുക്ക് പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയുടെ വിശദീകരണമാണ് നമ്മൾ നൽകണത്. എന്താണ്? നമ്മുടെ കൂടെ നിന്നവരെ ദൈവത്തെ കണ്ടെത്തിയവരുടെ അനുഭവങ്ങൾ. അതാണ് പൗലോസ് പറയണത്. നിങ്ങൾക്കൊരു വിശദീകരണം ആവശ്യപ്പെടുന്നവരെ ഇവിടെ എന്ത് ചെയ്യണം? നിങ്ങൾ വിശദീകരണം കൊടുക്കണം. എന്ത് വിശദീകരണം കൊടുക്കണം? ബുദ്ധിപരമായ വിശദീകരണം കൊടുത്തിട്ട് കാര്യമില്ല, അത് ഒരിടത്തും നിർത്തത്തില്ല. ഇപ്പോൾ ചിലർ യേശു നിരീശ്വരവാദിയാണെന്ന് പറയണം, ചില ആൾക്കാർ യേശു തന്നെ പറയണം ഞാൻ നിരീശ്വരവാദി അല്ലെന്ന് പറയണം. ഇനിയിപ്പോൾ യേശു നിരീശ്വരവാദിയാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ ഗവേഷണം നടത്താൻ പോയിട്ടുണ്ട്. കുറേ ആൾക്കാർ യേശു നിരീശ്വരവാദി അല്ലെന്ന് പറയണം. വല്ല കാര്യമുണ്ടേ? അവൻ ചത്തുപോയില്ലേ? അവൻ നിരീശ്വരവാദി ആയാൽ എന്ത് അല്ലെങ്കിൽ എന്ത്? ഇതൊന്നും സഭയുടെ വിഷയമല്ല. സഭയുടെ വിഷയം എന്താണ്?
ക്രിസ്തു കർത്താവാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. തിരുവത്താഴ് മേശയിൽ സംഭാവന, തിരുവത്താഴ് മേശയിൽ സംഭാവനമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. എല്ലാവരും എഴുന്നേൽക്കുക. നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു നിമിഷം മൗനമായി കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് കർത്താവിനെ, ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കുന്നതിൻ്റെ അടയാളമായി നീ നിൻ്റെ കൈ നെഞ്ചത്ത് വെക്കുക. നിലവൻ ഐശ്വര്യ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യും. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവ് ഈ നിമിഷം മുഴുവൻ ഞങ്ങൾക്ക് ആവശ്യമായ വചനങ്ങൾ നീ ഞങ്ങൾക്ക് നൽകി. അങ്ങയുടെ വചനങ്ങൾ കേട്ട് ഞങ്ങൾക്ക് അഭിഷേകം പ്രാപിച്ചിരിക്കുന്നു. കർത്താവ്, ഞങ്ങൾ ആരാണ്, ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു, ഞങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്, ഞങ്ങളിപ്പോൾ കൈവരിക്കേണ്ട നിലപാട് എന്താണ്, വിഷയങ്ങളുള്ള സമീപനം എന്താണ്, എല്ലാം അങ്ങ് വചനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നിലപാടുകൾ നൽകി. നന്ദി പറയുന്നു കർത്താവേ. ഇപ്പോഴും ഞങ്ങൾ നിന്നെ നാഥനും രക്ഷകനുമായി ഏറ്റു പറയുന്നു. കർത്താവ്, അനേകം മക്കൾ ഇപ്പോഴ് ഈ ആരാധന കൂടിയിരിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒത്തിരിയേറെ വിഷമമുണ്ട്. അവർക്ക് രോഗങ്ങളുണ്ട്, അവർക്ക് കടങ്ങളുണ്ട്, ജീവിത ഭാരങ്ങളുണ്ട്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മക്കളെക്കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ട്, ജീവിത പങ്കാളിയെക്കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ട്. ജീവിതത്തിൽ കർത്താവെ ഒരു ജീവിത പങ്കാളി കിട്ടാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, പഠന മേഖലയിൽ വിഷയം അനുഭവിക്കുന്നവരുണ്ട്, തൊഴിൽ മേഖലയിൽ വിഷയം അനുഭവിക്കുന്നവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. കർത്താവെ, ഓരോരോ സ്ഥാപനങ്ങൾ കർത്താവെ, ഉൽപാദന സ്ഥാപനങ്ങൾ, സാമ്പത്തിക സ്ഥാപനങ്ങളൊക്കെ തളർന്നു പോയവരുണ്ട്. മാറിയ പശ്ചാത്തലത്തിൽ കർത്താവെ വളരെ വിഷമിച്ച് ജീവിക്കുന്നവരുണ്ട്. അവരെ എല്ലാം നീ ഏറ്റെടുക്കണം. അവരുടെ ഭവനങ്ങളെ നീ ഏറ്റെടുക്കണം. അവരുടെ സങ്കടങ്ങളെ നീ ഏറ്റെടുക്കണം. ഉടമ്പടി ചെയ്തു പോയ എല്ലാ മക്കളും, ഇനി ചെയ്യാനിരിക്കുന്ന മക്കളെ എല്ലാം കർത്താവിന് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഈശോ, അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അൾത്താരെ നിന്നുകൊണ്ട് മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ജീവിക്കുന്ന ജ്വലിക്കുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, അനേക മക്കളുടെ കർത്താവെ കൊടികാറ്റ് അടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, വീശി അടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, ദൈവത്തിൻ്റെ കരുണ ചൊരിയണം പ്രാർത്ഥിക്കുന്നു. ഈശോ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മ ദേവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ മാരക രോഗങ്ങൾ, അർബുദങ്ങൾ, ആർബുദ രോഗങ്ങൾ, അസ്ഥി രോഗങ്ങൾ കർത്താവെ, അസ്ഥി ഉരുക്കങ്ങൾ കർത്താവെ, ഗർഭാശയ രോഗങ്ങൾ കർത്താവെ, രോഗങ്ങൾ കർത്താവെ, ഫിക്സ് രോഗങ്ങൾ കർത്താവെ, അവസ്മാര രോഗം കർത്താവെ, പ്രഷർ രോഗം കർത്താവെ, ഷുഗർ രോഗങ്ങൾ കർത്താവെ, യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ അടയാളം കിട്ടിക്കൊണ്ട് സാക്ഷ്യം പറയാൻ വേണ്ടി കർത്താവെ, ഇപ്പൊ പ്രാർത്ഥിക്കുന്ന ഓരോ മകനും മകളും കർത്താവെ, യേശുവിന്റെ നാമത്തിൽ കർത്താവെ സാക്ഷികളാകട്ടെ. ശ്രദ്ധിക്കട്ടെ.
ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കേട്ട് പ്രാർത്ഥിക്കാൻ. കർത്താവായ ദൈവമേ, പഠനത്തിൽ മനസ്സ് മങ്ങിയിരിക്കുന്ന മക്കള്, ബുദ്ധി മങ്ങിയിരിക്കുന്ന മക്കള്, ഓർമ്മശക്തി കുറവുള്ള മക്കള്, കർത്താവേ പഠിക്കാൻ ഉത്സാഹം കാണിക്കാത്ത മക്കള്, പഠിച്ചിട്ട് കര പറ്റാത്ത മക്കള്, പരീക്ഷയെ ഭയപ്പെടുന്ന മക്കള്, ഒത്തിരിയേറെ പരീക്ഷകള് എഴുതാനുള്ള മക്കള്, എഴുതാൻ മനസ്സില്ലാത്തവര്, കർത്താവേ ആശിച്ചു പോയ വിഷയങ്ങള് പഠിച്ച് പൂർത്തിയാക്കാൻ കഴിയാതെ കർത്താവേ ഉപേക്ഷിച്ചു പോയവര്, അവരെ സർട്ടിഫിക്കറ്റ് വിത്തുകളുണ്ടായി പോയവര്, കർത്താവേ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രേഖകള്, വസ്തുവിന്റെ പ്രമാണങ്ങള്, പട്ടയങ്ങള്, അന്യകരങ്ങളിലെ അകപ്പെട്ടു പോയവര്, ഈശോയെ അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർണം നഷ്ടപ്പെട്ടവര്, പണം നഷ്ടപ്പെട്ടവര്, പല സ്ഥാപനങ്ങളില് നിക്ഷേപിച്ചിട്ട് ആ സ്ഥാപനം തന്നെ പൊളിഞ്ഞുപോയ അവസ്ഥകള്, വ്യവസായശാലകള്, വ്യാപാരശാലകള് അടച്ചുപൂട്ടപ്പെട്ടവര്, കർത്താവേ ഇപ്പോഴ് അവർക്കെല്ലാം ഉയർത്തുന്നേൽപ്പ് നൽകണമേ, ഉയർത്തുന്നേൽപ്പ് നൽകണമേ. ശ്രുതികട പരമ ദിവ്യകാരുണ്യത്തിന് കർത്താവായ ദൈവമേ, ഓരോ വിഷയങ്ങൾക്ക് ഉടമ്പടി ചെയ്തിരിക്കുന്നവരെ, ഉടമ്പടി പുതുക്കിയവരെ അടിയന്തരമായിട്ട് ഇന്ന കാര്യങ്ങള് നടന്നേ മതിയാവൂ എന്ന് ഹൃദയം ശ്വാസമിടിച്ച് പ്രാർത്ഥിക്കുന്നവരെ അവരെ നീ ഏറ്റെടുക്കണമേ, അവർക്ക് സാക്ഷികളാക്കി മാറ്റണമേ, അവർക്ക് ഉടമ്പടിയുടെ സാക്ഷികളാക്കി മാറ്റണമേ. ശ്രദ്ധിക്കട്ടെ. ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഏകസ്ഥരായി ജീവിക്കുന്നവരെ അവരുടെ ജീവിത സാഹചര്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വസ്തുക്കളെ അടിച്ചു മാറ്റാൻ സമ്മർദ്ദം ചെലുത്തുന്ന പിശാചി ചിന്തകളുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ കാര്യങ്ങള്, മക്കള്, വീട്, വിവാഹം, വഴി, ജോലി, പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ കിട്ടാത്തതിന്റെ പേരിൽ നിരാശയും വേദനയും അനുഭവിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ലോകത്താന്മാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരിലേക്ക് അഭിഷേകം ഒഴുക്കണമേ. ദൈവത്തിന്റെ വചനങ്ങള് മനസ്സ്, തിരുമനസ് മനസ്സിലാക്കാൻ അവർക്ക് ബുദ്ധിക്ക് തെളിച്ചം കൊടുക്കണമേ. ഹൃദയത്തിന് അഭിഷേകം നൽകണമേ. ശ്രുതികട
നിമിഷം മൗനമായി പ്രാർത്ഥിക്കുക. വ്യക്തിപരമായ ആവശ്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഉടമ്പടി വെച്ച വിഷയങ്ങൾ ഉൾപ്പെടെ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് സമർപ്പിക്കുക. മൗനമായി കണ്ണുകളടച്ച് കൈകൾ നെഞ്ചത്ത് പൊത്തി പ്രാർത്ഥിക്കുക.